വിനീത നമസ്കാരം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. എത്ര അർത്ഥവത്തായ വരികളാണ്. 1888 കുംഭമാസത്തിൽ ശിവരാത്രി നാളിൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം നമുക്ക് നൽകിയ മഹാസന്ദേശം. കാലാകാലങ്ങളിൽ മനുഷ്യ നന്മയ്ക്കായ ഓരോ മഹാത്മാക്കൾ അവതരിക്കുന്നു. ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനത്തിൽ മനുഷ്യനും ഒരു മതമേ ഉള്ളൂ. 8ാം നൂറ്റാണ്ടിൽ ശങ്കരൻ, 19ാം നൂറ്റാണ്ടിൽ നാരായണനായി പുനർജനിച്ചു. ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വെച്ച് രചിച്ച ജാതി നിർണയം എന്ന കൃതിയിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു തന്റെ ഒരു മതം എന്താണെന്ന് കൂടി പറഞ്ഞു തരുന്നുണ്ട്. ശങ്കരന്റെ മതം തന്നെയാണ് എന്റെ മതം. എന്തായിരുന്നു ശങ്കരന്റെ മതം? അത് അദ്വൈതമായിരുന്നു. അദ്വൈതം എന്നാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഗുരു ഏകമത സാരിതെ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. ആത്മോപദേശ ശതക എന്ന കൃതിയിൽ പലമത സാരവും ഏകമെന്ന് പാരാതുലികിൽ ഒരു ആനയിൽ അന്തരെന്ന പോലെ എന്നു തുടങ്ങി ജഗതിയിൽ ഇമ്മതം ഏകമെന്ന് ചിന്തിച്ച അകമനയാതെ അക്താരമർത്തിടയണം എന്നുവരെ ഗുരു വിളിച്ചു ചേർത്ത ആലുവയിൽ സർവമത സമ്മേളനം ഒരു നൂറ്റാണ്ടായപ്പോൾ ഗുരു ചൈതന്യം നിറഞ്ഞ വത്തിക്കാനിലെ സെൻട്രൽ ഹാളിൽ മറ്റൊരു സർവമത സമ്മേളനം നടന്നു. പലമത സാരവും ഏകമെന്ന് ഗുരുവചനത്തിന്റെ പൊരുൾ അറിയാത്തുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഗുരു ഒരിക്കൽ CV കുഞ്ഞിരാമനോട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ മതങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ നദിയെന്നോ നടുക്കടലെന്നോ ഉണ്ടോ? മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി. അതിനു വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിൽ ഒരു മുസൽമാനായ ഖാദർ ഗുരുവിന്റെ ദർശനങ്ങൾ ഇഷ്ടമായി. ഗുരു തിരിച്ച് ശ്രീലങ്കയിൽ പോയപ്പോൾ ഖാദർ തന്റെ വിശ്വാസങ്ങൾ മാറ്റി കാന്തസ്വാമി എന്ന പേര് മാറ്റി. ഗുരു 2ാം തവണ ശ്രീലങ്കയിൽ എത്തിയപ്പോൾ ഖാദർ കാന്തസ്വാമിയായി കാണാൻ ചെന്നു. ഖാദർ: ഗുരു, എന്നെ മനസ്സിലായോ? ഗുരു ഒന്നും പറഞ്ഞില്ല. ഖാദർ: ഗുരു, ഞാൻ ഖാദറാണ്, ഞാൻ ഇപ്പോൾ കാന്തസ്വാമിയാണ്. ഗുരു: നമ്മുടെ വിശ്വാസങ്ങൾ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഖാദറായി തന്നെ ഒരു നാൾ മതി. എല്ലാവരും ഒന്നാണ്. എല്ലാവരും അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുക. നന്ദി, നമസ്കാരം.